CR7 cannot be replaced. പോർച്ചുഗീസ് പരിശീലകൻ റോബർട്ടോ മാർട്ടിനസ് ഇപ്പോഴും ഇതിങ്ങനെ തറപ്പിച്ച് പറയുന്നത് എന്തുകൊണ്ടാകും? 41കാരനായ ഒരു സ്ട്രൈക്കറിൽ നിന്ന് ഒരു പരിശീലകന് എന്തൊക്കെ പ്രതീക്ഷിക്കാനാകും മൈതാനത്ത്, അതും ഒരു വിശ്വവേദിയിൽ? ഖത്തർ ലോകകപ്പിൽ 5 കളികളിലായി ആകെ 298 മിനിറ്റാണ് CR7 മൈതാനത്തുണ്ടായിരുന്നത്. 3 എണ്ണത്തിലാണ് റോണോയെ സ്റ്റാർട്ട് ചെയ്യിച്ചത്. റൗണ്ട് ഓഫ് 16ലും ക്വാർട്ടറിലും ബെഞ്ചിലായിരുന്നു സ്ഥാനം. ക്വാർട്ടറിൽ മൊറോക്കോയുടെ തോറ്റ മത്സരത്തിൽ 2ാം പകുതിയിലാണ് റോണോ കളത്തിലെത്തിയത്. 51 മിനിറ്റിൽ റൂബൻ നെവസിന് പകരക്കാരനായി. എന്നാൽ 40 മിനിറ്റിലേറെ പിന്നീട് കളത്തിലുണ്ടായിട്ടും സൂപ്പർ താരത്തിന് പറങ്കിപ്പടയെ രക്ഷിക്കാനായില്ല. ഗ്രൂപ്പ് റൗണ്ടിൽ ഘാനക്കെതിരെ അടിച്ച പെനാൽറ്റിയായിരുന്നു ഖത്തറിൽ CR7ന്റെ ബൂട്ടിൽ നിന്ന് പിറന്ന ഏക ഗോൾ. ലോകകപ്പിന്റെ 5 എഡിഷനിൽ വല കുലുക്കുന്ന ആദ്യ കളിക്കാരൻ എന്ന നേട്ടം അന്ന് പോർച്ചുഗീസ് സൂപ്പർ താരത്തിൽ തേടിയെത്തി. ഖത്തർ ലോകകപ്പ് അരങ്ങേറുമ്പോൾ 37 വയസ്സായിരുന്നു റോണോയുടെ പ്രായം. ഇപ്പോൾ അത് 40 കടന്നു. ഇനിയൊരു ലോകകപ്പ് കളിക്കാനുള്ള ബാല്യം അയാൾക്ക് എന്തായാലുമില്ല. സോ റോബർട്ടോ മാർട്ടിനസ് എന്താകും ക്രിസ്ത്യാനോക്കായി ഈ ലോകകപ്പിൽ ഒരുക്കി വെച്ചിരിക്കുന്ന പ്ലാൻ? പോർച്ചുഗീസ് ഫുട്ബോൾ ഹിസ്റ്ററിയിലെ ഏറ്റവും മികച്ച 11 റോബർട്ടോ മാർട്ടിനസിന്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. ലോകകപ്പുകളുടെ ചരിത്രത്തിൽ ഒരിക്കൽ പോലും ഇത്രയും ഡെപ്തുള്ളൊരു സ്ക്വാഡുമായി പറങ്കിപ്പട കളിക്കാൻ എത്തിയിട്ടില്ല. നിലവിൽ ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച ലെഫ്റ്റ് ബാക്ക് പോർച്ചുഗീസ് സ്ക്വാഡിലാണ്. ലോകകപ്പിനെത്തുന്ന ടീമുകൾക്കിടയിൽ ഏറ്റവും മികച്ച മിഡ്ഫീൽഡർമാരുള്ള സംഘം, എല്ലാ പൊസിഷനിലും മികച്ച ഓപ്ഷനുകൾ, ഒപ്പം ബാക്കപ്പുകൾ. അവസരം കാത്ത് ബെഞ്ചിലിരിക്കുന്നവർ എല്ലാം യൂറോപ്പിലെ അടക്കമുള്ള വമ്പൻ ക്ലബ്ബുകൾക്കായി മിന്നും പ്രകടനം പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നവർ. അതായത് CR7 ഇല്ലെങ്കിലും ആ ടീമിന് ലോകകപ്പ് ഷെൽഫിലെത്തിക്കാനുള്ള ശേഷിയുണ്ടെന്ന്. എന്നാൽ ലയണൽ മെസ്സി ഇല്ലാത്ത സിസ്റ്റത്തിൽ കളിക്കാൻ അർജന്റീനയെ ലയണൽ സ്കലോണി പരുവപ്പെടുത്തിയതുപോലെ CR7 ഇല്ലാതെ കളിക്കാൻ പോർച്ചുഗൽ പരുവപ്പെട്ടിട്ടുണ്ടോ? അൽ നസറിനൊപ്പം സൗദിയിൽ ആദ്യമായി ലീഗ് കിരീടം ചൂടിയുള്ള വരവാണ് ക്രിസ്ത്യാനോ. 28 ഗോളുകളുമായി ടൈറ്റിൽ വിന്നിംഗ് ക്യാമ്പയിനിൽ ടോപ്പ് സ്കോറർമാരുടെ പട്ടികയിൽ 3ാം സ്ഥാനത്തുണ്ടായാൽ. യങ് ബ്ലഡുകൾ പലരും നിറഞ്ഞു കളിക്കുന്ന ഒരു ലീഗിൽ ഒരു 41കാരൻ അവരോടൊക്കെയാണ് മത്സരിക്കുന്നത് എന്നോർക്കണം. 90 മിനിറ്റ് നേരവും മൈതാനത്ത് നിറഞ്ഞു കളിക്കാൻ അയാളെ ഫിറ്റ്നസ് ഇപ്പോൾ അനുവദിക്കില്ലെന്ന് ഉറപ്പാണ്. അതേസമയം ബോക്സിൽ ഇപ്പോഴും റോണോ അൺപ്രഡിക്റ്റബിൾ ആണ്. മാസങ്ങൾക്ക് മുമ്പ് അൽ ഹലീജിനെതിരെ അയാൾ കുറിച്ചൊരു ബൈസിക്കിൾ കിക്കിൽ വലിയൊരു ദൃഷ്ടാന്തമുണ്ട്. ആരും നനച്ചിരിക്കാത്ത നേരത്ത് അയാളുടെ തലയിൽ നിന്ന് പായുന്ന ഹെഡറുകളെ ഇപ്പോഴും എപ്പോഴും പ്രതീക്ഷിക്കണം. അതായത് 41ാം വയസ്സിലും ബോക്സിൽ അപകടകാരിയായ റോണോയെ മാർട്ടിനസ് തന്റെ സിസ്റ്റത്തിൽ ഫസ്റ്റ് ഓപ്ഷനായി തന്നെയാണ് പരിഗണിക്കാൻ പോകുന്നത് എന്ന്. ലോകകപ്പ് ക്വാളിഫയറുകളിൽ പോർച്ചുഗീസ് നിരയിലെ ടോപ്പ് സ്കോററായിരുന്നു റോണോ. 5 ഗോളുകളാണ് ആ ക്യാമ്പയിനിൽ CR7ന്റെ ബൂട്ടിൽ നിന്ന് പറഞ്ഞത്. 32 ഷോട്ടുകളും 12 ഓൺ ടാർഗറ്റ് ഷോട്ടുകളും. ആ കണക്കിലും പോർച്ചുഗീസ് നിരയിൽ അയാൾ തന്നെ മുന്നിൽ. റോബർട്ടോ മാർട്ടിനസ് ചുമതല ഏറ്റെടുത്ത ശേഷം 39 മത്സരങ്ങളിൽ നിന്ന് പോർച്ചുഗൽ സ്കോർ ചെയ്തത് 100 ഗോളുകളാണ്. ശരാശരി 2.6 ഗോൾസ് പെർ ഗെയിം. 2024 യൂറോ കപ്പാണ് റോബർട്ടോ മാർട്ടിനസിന് കീഴിൽ പോർച്ചുഗൽ ആദ്യമായി കളത്തിലിറങ്ങിയ മേജർ ടൂർണമെന്റ്. ക്വാർട്ടർ വരെയാണ് ടീം അന്ന് സഞ്ചരിച്ചത്. ഒരു ഗോൾ രഹിത സമനിലയ്ക്ക് ശേഷം ഷൂട്ടൌട്ടിൽ ഫ്രാൻസിനോട് പരാജയപ്പെട്ടായിരുന്നു മടക്കം. എന്നാൽ തൊട്ടടുത്ത വർഷം നടന്ന UEFA നാഷൻസ് ലീഗിൽ പോർച്ചുഗലിന്റെ കംബാക്ക് കണ്ടു. നിലവിലെ യൂറോ ചാമ്പ്യന്മാരായ സ്പെയിനെ തകർത്ത് അവർ തങ്ങളുടെ 2ാം നാഷൻസ് ലീഗ് കിരീടം അണിയും. ടൂർണമെന്റിലെ ടോപ്പ് സ്കോറർമാരുടെ പട്ടികയിൽ അവിടെയും ആദ്യ സ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്നു റോണോ. 9 ഗോളുകളുമായി വിക്ടർ യോക്കറസ് ആയിരുന്നു 1ാം സ്ഥാനത്തെങ്കിൽ 8 ഗോളുകളുമായി 2ാം സ്ഥാനത്ത് 40കാരൻ CR7. ഫൈനലിൽ സ്പെയിനെതിരെ വലകുലുക്കുന്നുണ്ട് റോണോ. സെമിയിൽ ജർമ്മനിയെ 2-1 പോർച്ചുഗൽ പരാജയപ്പെടുത്തുമ്പോൾ അവിടെയും സ്കോർ ഷീറ്റിൽ റോണോയുടെ പേരുണ്ടായിരുന്നു. സോ ഗോൾ മുഖത്ത് അയാൾ ഇപ്പോഴും അപകടകാരി കാണുന്നു. അതേസമയം റോണോയെ ബെഞ്ചിലിരുത്തിയാൽ ഈ ടീം വിജയിക്കുമെന്ന് പറയുന്നവരുണ്ട് ഫുട്ബോൾ ലോകത്ത്. എന്തിന്, പോർച്ചുഗലിൽ പോലുമുണ്ട്. ലോകവേദിയിൽ പോർച്ചുഗലിന്റെ ഏറ്റവും മികച്ച പ്രകടനം 1966 ലോകകപ്പിലാണ്. അന്ന് സെമിയിൽ പ്രവേശിച്ച ടീം 3ാം സ്ഥാനത്താണ് ടൂർണമെന്റ് ഫിനിഷ് ചെയ്തത്. ആ ടീമിൽ അംഗമായിരുന്ന ആന്റോണിയോ സിമോസ് അടുത്തിടെ പറഞ്ഞത് ഇങ്ങനെയാണ്: ക്രിസ്ത്യാനോ പോർച്ചുഗൽ വിജയിക്കാൻ വേണ്ടിയല്ല ഇപ്പോൾ കളിക്കുന്നത്, തൻ്റെ വ്യക്തിപ്രഭാവം നിലനിർത്താൻ വേണ്ടി മാത്രമാണ്. അത് യുസേബിയുടെ പാരമ്പര്യമല്ല. എനിക്ക് അദ്ദേഹത്തോട് ശത്രുതയൊന്നുമില്ല, പക്ഷേ യാഥാർത്ഥ്യങ്ങളോട് മുഖം തിരിച്ചിട്ട് കാര്യമല്ലല്ലോ. റോബർട്ടോ മാർട്ടിനസിന് മുന്നിൽ ഇക്കാര്യത്തിൽ പലതവണ ചോദ്യങ്ങൾ എത്തിയിട്ടുണ്ട്. മാർട്ടിനസ് അപ്പോഴൊക്കെ മെറിറ്റിലാണ് റോണോ ടീമിൽ ഇടം പിടിക്കുന്നത് എന്നാണ് മറുപടി പറഞ്ഞുകൊണ്ടിരുന്നത്. അടുത്തിടെ പോർച്ചുഗീസ് പരിശീലകൻ നടത്തിയ പ്രതികരണം ഇങ്ങനെ: ലോകത്തെ ഏറ്റവും മികച്ച കളിക്കാരിൽ ഒരാളെക്കുറിച്ചാണ് നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അദ്ദേഹം മൈതാനത്ത് ഹൈ ലെവലിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പോർച്ചുഗലിനായി കളത്തിലിറങ്ങിയ അവസാന 30 മത്സരങ്ങളിൽ 25 തവണ അദ്ദേഹം വലകുലുക്കി. അതുകൊണ്ട് തന്നെ ഭൂതകാലത്തെ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് മാനദണ്ഡമാക്കിയല്ല ടീമിലേക്ക് സെലക്ട് ചെയ്തിരിക്കുന്നത്. മാർട്ടിനസ് തന്റെ നയം വ്യക്തമാക്കുന്നു. 2023 മാർട്ടിനസ് ചുമതലയേറ്റെടുത്ത ശേഷം പോർച്ചുഗൽ കളിച്ച 39 മത്സരങ്ങളിലും റോണോ കളത്തിലിറങ്ങി.
ഇതിൽ റോണോ കളത്തിലിറങ്ങാത്ത 2 മത്സരങ്ങളിലാണ് ഈ സൈക്കിളിലെ ഏറ്റവും വലിയ 2 വിജയങ്ങൾ പോർച്ചുഗൽ കുറിച്ചത്. 2023 സെപ്റ്റംബറിൽ ലക്സംബർഗിനെ എതിരില്ലാത്ത 9 ഗോളിനാണ് പോർച്ചുഗൽ തകർത്തത്. കഴിഞ്ഞ നവംബറിൽ 1-9 ഗോളുകൾക്ക് അർമേനിയ തരിപ്പണമാക്കി. ഈ 2 മത്സരങ്ങളിലും റൊണാൾഡോ കളത്തിലിറങ്ങിയിരുന്നില്ല. അതേസമയം ഫിറ്റ്നസ് ആണ് CR7 ടീമിലെടുക്കരുതെന്ന് പറയുന്നതിൻ്റെ കാരണമെങ്കിൽ അത് ശരിയല്ല എന്നാണ് മുൻ പോർച്ചുഗീസ് താരമായ ആബേൽ സേവിയറിൻ്റെ പക്ഷം. ആളുകൾ ഫിറ്റ്നസ്സിലാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ടെക്നിക്കൽ വശവും മെൻ്റൽ വശവും ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാകും റോണോയുടെ സാന്നിധ്യം ഈ ടീമിൽ എത്ര നിർണായകമാണ് എന്ന്. ക്രിസ്ത്യാനോ ബിഗ് മൊമെന്റ് പ്ലെയർ ആണ്. ഒരു നിമിഷം കൊണ്ട് അദ്ദേഹം ചിലപ്പോൾ കളിയുടെ ഗതി മാറ്റും. സേവിയറിന്റെ വാക്കുകൾ പ്രതീക്ഷയുടേതാണ്. മൈതാന മധ്യത്ത് പോർച്ചുഗീസ് നിരയുടെ എഞ്ചിൻ റൂമായ വിറ്റീഞ്ഞ നെവസ്, ബ്രൂണോ ട്രയോ ആൻഡ് വിങ്ങേഴ്സ്. ഫൈനൽ തേർഡിലേക്ക് ഇടമുറിയാതെ പന്തൊടുകിയാൽ റോണോ ഗോൾ മുഖത്ത് തക്കം പാർത്തിരിപ്പുണ്ടാകും. ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് മതിയാകും കളിയുടെ ഗതി തിരിക്കാൻ. അതേസമയം ലോകകപ്പിന് തൊട്ട് മുമ്പ് നൈജീരിയക്കെതിരെ അരങ്ങേറിയ സൗഹൃദ മത്സരത്തിൽ റൊണാൾഡോയുടെ പ്രകടനം അത്ര കാശാവഹമായിരുന്നില്ല. നിരവധി ഓപ്പൺ ചാൻസുകൾ താരം നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഫേസ്റ്റ് ഹാഫിൽ പല കുറി റോണോ ഓഫ് സൈഡിൽ കുരുങ്ങി. ഫിനിഷിങ്ങിലെ പിഴവുകൾ മത്സരത്തിൽ നിഴലിച്ചു കണ്ടു. ഇത് പലരുടെയും നെറ്റിച്ചൊളിപ്പിച്ചു. മികച്ചൊരു അറ്റാക്കിംഗ് നിര കൊണ്ട് റോബർട്ടോ മാർട്ടിനസിന്റെ സ്ക്വാഡിൽ ജാവോ ഫെലിക്സ്, റഫേൽ ലിയാവോ, കോൺസൈസാവോ, ട്രിൻകാവോ, പെഡ്രോ നെറ്റോ, ഗോൺസാലോ റാമോസ്, ഗോൺസാലോ ഗേഡസ്. ജാവോ ഫെലിക്സ് അൽ നസറിനൊപ്പം സൗദിയിൽ മികച്ചൊരു ക്യാമ്പയിൻ പൂർത്തിയാക്കിയാണ് വരുന്നത്. സൗദി പ്രോ ലീഗിലെ പ്ലെയർ ഓഫ് ദ സീസൺ പുരസ്കാരം ഫെലിക്സിനെ തേടിയാണ് ഇക്കുറി എത്തിയത്. 20 ഗോളും 13 അസിസ്റ്റുമാണ് അൽ നസർ ജേഴ്സിയിൽ ഫെലിക്സ് ഇക്കുറി കുറിച്ചിട്ടത്. ഈ ഫോം തുടരാനായാൽ ലോകവേദിയിൽ വലിയ ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കാൻ 26-കാരന് കഴിയും. മുഴുവൻ സമയവും എന്തായാലും റോണോ മൈതാനത്തുണ്ടാകില്ല. അയാളെ പിൻവലിച്ചാൽ ഇറക്കിവിടാൻ പോർച്ചുഗലിൻ്റെ ആവനാഴിയിൽ മികച്ച ഓപ്ഷനുകൾ പലതുമുണ്ട്. മാർട്ടിനസിൻ്റെ കയ്യിൽ ഒരു പ്ലാനും. കാത്തിരിക്കാം പറങ്കിപ്പടകോട്ടത്തിനായി.